ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ മാവരച്ച് വെക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിനായിട്ട് എടുക്കാം. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി, സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ മാവിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ നമ്മളിവിടെ വറുത്ത റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മുട്ടയിലേക്ക് 1/4 ഭാഗം സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മളുടെ മാവൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നീർദോശയുടെ പോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 3 കപ്പ് വെള്ളമാണ് ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ വറുത്ത റവ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായി പോവണ്ട. നമുക്ക് നീർദോശയുടെ പോലെ കനം കുറച്ച് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ തവണ മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ കനം കുറച്ചിട്ട് നമ്മൾ നീർദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താലും മതി. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുട്ടയുടെ ആ സൈഡും കൂടി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ആ സൈഡും കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഓരോ തവണ ഒഴിക്കുന്നതിന് മുമ്പും ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് മുട്ടയുടെ മിക്സ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ദോശ ഉണ്ടാക്കിയ സമയത്ത് ഈ ഒരു സൈസിലുള്ള ഒരു 9 ദോശയാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മളെടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. പിന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് രാവിലെ ആയാലും രാത്രിയിലായാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.